എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഉദ്ഘാടനം മൂത്തകുന്നം തറയിൽ കവലയിൽ മന്ത്രി P. രാജീവ് നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണം യാഥാർത്ഥ്യമായത് ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. അംഗീകരിച്ചതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. മുഖ്യമന്ത്രിയായി പിണറായി വന്നു, യൂണിയൻ ഗവൺമെന്റുമായി ചർച്ച നടത്തി, നിതിൻ ഗഡ്കരിയായി ചർച്ച നടത്തി. അപ്പൊ അവര് പറഞ്ഞു, ഇനി ഞങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു സഹായം ഉണ്ടാകണം. ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ 4/1 സംസ്ഥാന സർക്കാർ നൽകണം. ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ദേശീയപാത അതോറിറ്റി സ്ഥലം ഏറ്റെടുത്ത് ദേശീയപാത പണിത്, പണ്ടാണെങ്കിൽ നികുതിയിൽ നിന്ന് പണം പിരിക്കും, ഇപ്പോൾ ടോളിൽ നിന്ന് ആ പണം പിരിച്ച് അവർ കമ്പനിക്ക് കൊടുക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൽ ഇത്രയും അധികം വൈകിപ്പോയി. ഇനി ഞങ്ങൾ വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാകണം. നമ്മൾ ഒരു നിമിഷം എടുത്തില്ല. നമ്മുടേതായ കേരളത്തിന്റെ ഈ സമീപനത്തിന്റെ ഒക്കെ ഭാഗമായി നേരത്തെ ഉണ്ടായ പ്രശ്നമാണ് എന്ന കണക്കിലെടുത്തുകൊണ്ട് 25% സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് തീരുമാനിച്ചു. 5700 കോടി രൂപയിലധികം അതിനു വേണ്ടി സ്ഥലം. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഉദ്ഘാടനം മൂത്തകുന്നം തറയിൽ കവലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കായി യാതൊന്നും ചെയ്യാൻ UDF MP-മാർക്കായില്ല. കേരള വിരുദ്ധ സമരത്തിനായിരുന്നു ഇവർക്ക് താൽപര്യമെന്നും മന്ത്രി പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഡിവിൻ കെ ദിനകരൻ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ്, LDF മണ്ഡലം സെക്രട്ടറി TR ബോസ്, നേതാക്കളായ MN ശിവദാസൻ, KS സുധി, PS ശൈല, MK കുഞ്ഞപ്പൻ, PD രാജീവ്, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ MP സമന്തഭദ്രൻ, AS അനിൽകുമാർ, യേശുദാസ് പറപ്പിള്ളി, TM പവിത്രൻ, MR റീന, L ആദർശ്, AB മനോജ്, N ശ്രേഷ, KS സനീഷ് എന്നിവർ സംസാരിച്ചു.